Dear students, today we are going to discuss economic sources from your 7th standard social science. Unit 5, I am your Rega teacher from your SNDSY UP school. Okay, what you can see at here? We can see so many jobs or occupations. Is it? See, what all jobs are there? Soldiers, repairman, scientist, dentist, waiter, nurse. So many jobs are there around us. Is it? നമ്മുടെ ചുറ്റും ഒത്തിരി ജോലികളുണ്ട് അല്ലേ? Our parents are doing so many works. Our relatives are doing so many works. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ? ഇല്ലേ? ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ പലതരം ജോലി we can see it here. We can see so many types of jobs. Okay? നോക്കി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ജോബ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കാം. വെയിറ്റർ, ഡെൻറ്റിസ്റ്റ്, ട്രെയിൻ കണ്ടക്ടർ, നേഴ്സ്, ഇലക്ട്രീഷ്യൻ, ഡോക്ടർ, ബിസിനസ്മാൻ, സോ ആൻഡ് സോ കുറേ ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽഡർ, ബാർബർ, പ്ലംബർ, ഷെഫ്, പ്രീസ്റ്റ്, എഞ്ചിനീയർ, ഫയർമാൻ, ഫാമർ, ഫോട്ടോഗ്രാഫർ, പോസ്റ്റ്മാൻ, പോലീസ് ഓഫീസർ, അങ്ങനെ ഒത്തിരി ജോലികൾ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അല്ലേ? ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ മെജീഷ്യനായിട്ട് കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഗാർഡിയൻ ആയിക്കോട്ടെ, എല്ലാവരും ജോലിക്ക് പോകുന്നില്ലയോ? എന്തിനാണ് അവർ ജോലിക്ക് പോകുന്നത്? എന്തിനായിരിക്കും? ടു ഗെറ്റ് ഇൻകം വരുമാനം കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ അവർ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഈ എല്ലാ ജോലി ഇപ്പം നമ്മൾ ഇവിടെ കാണിച്ച എല്ലാ ജോലി ചെയ്യുമ്പോഴും എന്ത് കിട്ടും? അതിന് നമുക്കൊരു ഇൻകം കിട്ടും, ഒരു വരുമാനം കിട്ടും, അതിന് കുറച്ച് ക്യാഷ് നമുക്ക് കിട്ടും അല്ലേ? ആ ക്യാഷ് വെച്ച് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസ്, ഈ ഓരോ ആക്ടിവിറ്റി, പ്രൊഫസർ ആയിക്കോട്ടെ, പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ബിസിനസ്മാൻ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും അവർ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ഇൻകം അവർക്ക് കിട്ടും. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ ജനറേറ്റ് ഇൻകം. ഈ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസിന് എന്തെന്നാണ് പറയുന്നത്? എങ്ങനെയാണ് ഒരു പേര്, എന്ത് പേരാണ് കൊടുക്കുന്നത്? നമുക്കറിയാം, ജോബ് എന്നാണ്, അല്ലെങ്കിൽ ഓക്കുപ്പേഷൻ ആണെന്നറിയാം. അത് മാറ്റി മറ്റൊരു ടേം ടീച്ചർ പറഞ്ഞുതരാം. ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. എന്ത് ആക്ടിവിറ്റീസ്? എക്കണോമിക് ആക്ടിവിറ്റീസ്. മണി മേക്കിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അർത്ഥം കേട്ടോ. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ ജനറേറ്റ് ഇൻകം. ഈ ആക്ടിവിറ്റീസൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് മണി മേക്കിംഗ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എക്കണോമിക് ആക്ടിവിറ്റി എന്തായിരിക്കും? ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോബിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ? ആ ഓരോ ജോബിന് നമ്മൾ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നു. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റീനെ 3 സെക്ടറിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ജോലികളെല്ലാം 3 സെക്ടേഴ്സായിട്ട് ടീച്ചർ ഡിവൈഡ് ചെയ്യാൻ പോണേനെ. ടീച്ചറല്ല, അങ്ങനെയാണത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയെന്ന് ഓർത്തോ, ഒരു ജോലി ചെയ്യുക. ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ, പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി ആ വിഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അതിനെ പ്രൈമറി സെക്ടറിൽ പെടുന്ന ജോലികൾ എന്ന് പറയും. പ്രൈമറി സെക്ടറിൽ പെടുന്ന എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു ഫാർമറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൃഷി ചെയ്താണ് അല്ലേ? കൃഷി ചെയ്ത് ആ കൃഷി, ഇപ്പം നെല്ല് കൃഷി ചെയ്തിട്ട് ആ നെല്ല് കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഇൻകം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഏത് സെക്ടറിൽ ജോലി എടുക്കുന്ന ആളാണ്? പ്രൈമറി സെക്ടറിൽ ജോലി എടുക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ നമുക്ക് പ്രൈമറി സെക്ടറിൽ എന്താ കൊടുത്തിരിക്കണമെന്ന് നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് 3 സെക്ടറിലായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെയാണ്
പ്രൈമറി സെക്ടറിൽ പെടുന്ന ജോലിക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് കോൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. ഈ പ്രൈമറി സെക്ടറിലെ മിക്ക ആക്ടിവിറ്റീസും അഗ്രികൾച്ചറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും കൂടി പറയുന്നു. കൂടാതെ അഗ്രികൾച്ചർ സെക്ടർ ആണല്ലോ നമുക്കറിയാം, ഭക്ഷണം, നമുക്ക് കൃഷിയാണ് നമ്മുടെ ബേസിക് സെക്ടർ, നമുക്ക് എപ്പോഴും അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് സെക്ടർ എന്നും കൂടി നമ്മൾ പറയുന്നു. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിന് 2 പേരുണ്ട്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ എന്നുകൊണ്ട് പിന്നെ ബേസിക് സെക്ടർ എന്നും പറയും. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് 3 തരത്തിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ജോലികളെല്ലാം 3 സെക്ടറിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സെക്ടറാണ്? ഒന്നാമത്തെ സെക്ടർ നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്ടർ അല്ലേ. പ്രൈമറി സെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ഡയറക്റ്റ്ലി നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ജോലികളെയാണ് നമ്മൾ പ്രൈമറി സെക്ടറിൽ പെടുന്ന ജോലികളെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സെക്ടർ നമുക്ക് നോക്കാം. സെക്കൻഡറി സെക്ടർ. ഈ സെക്കൻഡറി സെക്ടറിൽ വരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നതിന്. സെക്കൻഡറി സെക്ടർ അതെന്തായിരിക്കും? പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമ്മൾ. ആക്ടിവിറ്റീസ് ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ആക്ടിവിറ്റീസ് എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്? നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് ചെയ്യുന്ന ജോലികളെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് എന്ന് വെച്ചാൽ ഭൂമിയിൽ കൃഷി ചെയ്ത്, അത് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, പ്രകൃതി തരുന്ന വിഭവമാണല്ലേ ലാൻഡ് എന്ന് പറഞ്ഞാൽ. ആ ലാൻഡിൽ കൃഷി ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ കൃഷി ചെയ്ത് വരുമാനം കിട്ടുന്നു. അതിനെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയും. അതിനെ പ്രൈമറി സെക്ടർ എന്ന് പറയും. ആ വരുന്ന ജോലികളെ, അതിന് സംശയമൊന്നുമില്ല നമുക്ക് അല്ലേ. അപ്പോൾ സെക്കൻഡറി സെക്ടർ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി സെക്ടർ എന്താണ്? ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി സെക്ടർ ആസ് റോ മെറ്റീരിയൽസ്. സെക്കൻഡറി സെക്ടർ എന്താണ്? ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സെക്കൻഡറി സെക്ടറിൽ പെട്ട ആൾക്കാരെന്ന് പറയും. അതെന്താണെന്ന് ഒരു എക്സാമ്പിൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രൈമറി സെക്ടറിൽ ഞാൻ കർഷകനായിരുന്നു, ഫാമർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഞാൻ നെല്ല് കൃഷി ചെയ്തു അല്ലേ. നെല്ല് കൃഷി ചെയ്തിട്ട് നെല്ല് കുറേ ഉൽപ്പാദിപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ വിറ്റു. ആർക്ക് വിറ്റു? ഞാൻ അവിടെ ഈ നെല്ലെല്ലാം ശേഖരിച്ച് അത് ഒക്കെ പാക്ക് ചെയ്ത് അരിയായിട്ടും പിന്നെ അരിയുടെ പൊടിയായിട്ടും അങ്ങനെയെല്ലാം വിൽക്കുന്ന ഒരു മില്ലുണ്ട്. ആ മില്ലിൽ, ആ ഫാക്ടറിയിൽ കൊണ്ട് ഞാൻ എൻ്റെ നെല്ല് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഏതാണ്? നെല്ലാണ് അല്ലേ. ആ നെല്ല് ഞാൻ ആർക്ക് കൊണ്ട് കൊടുത്തു? മറ്റൊരു മില്ലിൽ കൊണ്ട് കൊടുത്തു. ആ മില്ലിൽ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പ്രൊഡക്റ്റായ ഞാൻ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല്, ഞാൻ ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത്, ഭൂമി ഒരു നാച്ചുറൽ റിസോഴ്സ് ആണല്ലേ ലാൻഡ്, ആ ലാൻഡിൽ നിന്ന് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച നെല്ല് എൻ്റെ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ മറ്റൊരു മില്ലിൽ കൊണ്ടുപോയി കൊടുക്കണതാണ്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ്, പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്യുന്നു? ആ നെല്ല് ഉപയോഗിച്ച് അവർ അരിയൊക്കെ പാക്ക് ചെയ്തു, അരിയുടെ ചാക്കൊക്കെ ആക്കി അവർ വിൽക്കാൻ കൊണ്ടുപോകുന്നു. കൂടാതെ അവർ പൊടിപ്പിച്ച് അരിപ്പൊടിയൊക്കെ ആക്കി അതും പാക്ക് ചെയ്ത് വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ജോലി എടുക്കുന്ന ആ ആൾക്കാരെ ഏത് സെക്ടറിൽ പെടുന്ന ആൾക്കാരെന്ന്? സെക്കൻഡറി സെക്ടറിൽ പെടുന്ന ആൾക്കാരെന്ന് പറയും അല്ലേ. ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി സെക്ടേഴ്സ് റോ മെറ്റീരിയൽ. പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കണം. റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ. ഇപ്പോൾ ഒരു അരിപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്? അരിയാണ്. അരി ഉപയോഗിച്ചിട്ടല്ല അരിപ്പൊടി പാക്ക് ചെയ്ത് നമ്മൾ പുട്ടുപൊടിയും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ലേ, പുട്ടുപൊടി പിന്നെ അപ്പപ്പൊടി അങ്ങനെ ഇടിയപ്പപ്പൊടിയൊക്കെ വാങ്ങിക്കാറില്ല. ആ പൊടി ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എന്താണ്? അരി തന്നെയാണ് അല്ലേ. അപ്പോൾ ഏതൊരു വസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ സെക്കൻഡറി സെക്ടറിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്? പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സെക്ടറിൽ എന്താണ് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് നോക്കി. ആസ് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രീസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സെക്കൻഡറി സെക്ടറിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. പ്രൈമറി സെക്ടറിന് മറ്റ് 2 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണത്? അഗ്രികൾച്ചറൽ സെക്ടർ,
ബേസിക് സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്? കാരണം എല്ലാ ഫാക്ടറീസും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും എല്ലാം വരുന്നത് ഈ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡറി സെക്ടറിന് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും കൂടി പേര് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റാണ് സെക്കൻഡറി സെക്ടറിൻ്റെ റോ മെറ്റീരിയൽ എന്ന് നമുക്ക് മനസ്സിലായി. അത് വെച്ചിട്ട് അവരെന്തൊക്കെയോ ഉൽപ്പാദിപ്പിച്ചു, അവർ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. ഇനി ടെറിഷറി സെക്ടർ എന്താണെന്ന് പറയാം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് 3 സെക്ടറിലായിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൈമറി സെക്ടറിൽ വരുന്നു, സെക്കൻഡറി സെക്ടറിൽ പെടുന്നു, കൂടാതെ ടെറിഷറി സെക്ടറിൽ പെടുന്നു. ഈ ടെറിഷറി സെക്ടറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പെടുന്നത് നമുക്ക് നോക്കാം. The sector involving activities making use of the products of both primary and secondary sector as raw material. പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റും സെക്കൻഡറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റും റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് വരുന്ന ആ സെക്ടറിനെയാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റും സെക്കൻഡറി സെക്ടറിൻ്റെ പ്രൊഡക്റ്റും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വരുന്ന ആ സെക്ടറിനെ എന്ത് പറയും? ടെറിഷറി സെക്ടർ എന്ന് പറയാം. നമുക്കത് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി വായിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദിസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഈ സെക്ടർ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും പ്രൊഡക്ട്സ് ശേഖരിച്ചിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സർവീസ് സെക്ടറിനും കൂടി പറയാറുണ്ട്. എന്ത് സെക്ടർ എന്ന് പറയാറുണ്ട്? സർവീസ് സെക്ടർ. അപ്പോൾ ടെറിഷറി സെക്ടറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സർവീസ് സെക്ടർ. ഇനി ടെറിഷറി സെക്ടറിന് ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പ്രൈമറി സെക്ടറിൽ ഞാൻ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. എൻ്റെ നെല്ല് ഞാൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് എന്ത് ചെയ്തു? മറ്റൊരു മില്ലിൽ കൊണ്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ആ മില്ലിൽ കൊണ്ട് കൊടുക്കാൻ ഞാൻ എങ്ങനെയായിരിക്കും കൊടുത്തത്? ഇത് വലിയ ലോറി വന്നിട്ട് എൻ്റെ പാടശേഖരത്ത് വന്നിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ നെല്ലെല്ലാം ലോറിയിൽ കയറ്റിയായിരിക്കും കൊണ്ടുപോയത്. അപ്പോൾ ഈ ലോറി എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ അതൊരു ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ അതിൽ ഡ്രൈവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അയാളൊരു സർവീസാണ് ചെയ്യുന്നത്. ആ ഡ്രൈവർ എന്താ? ഒരു സർവീസ്. ഞാൻ അയാൾക്ക് ഒരു ഇൻകം, ഒരു കാശ് കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രൈമറി സെക്ടറിൽ നിന്ന് ഞാൻ ഉൽപ്പാദിപ്പിച്ച എൻ്റെ നെല്ല് സെക്കൻഡറി സെക്ടറിൽ ആ മില്ലിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇയാൾക്ക് ഒരു വണ്ടി ഓടിച്ച് പോണേന് ഒരു കൂലി കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഡ്രൈവർ ഒരു സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ വണ്ടിയിൽ കയറ്റി, ഈ ലോറിയിൽ കയറ്റി അത് സെക്കൻഡറി സെക്ടറിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡ്രൈവർ ചെയ്യുന്നത് ശരിക്കും ഒരു സർവീസാണ്. ആ സർവീസിനെ നമ്മൾ ഏത് സെക്ടറിൽ പെടുത്തും? ടെറിഷറി സെക്ടറിൽ പെടുത്തും അല്ലേ. കൂടാതെ ഈ സെക്കൻഡറി സെക്ടറിൽ കൊണ്ട് ആ നെല്ലെല്ലാം കൊടുത്തും അവരവിടുന്ന് അരിയാക്കി, പിന്നെ കൂടെ അരിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ പാക്ക് ചെയ്തു. ഇതിന് ശേഷം ഇതെന്ത് ചെയ്യും? ഇത് നേരെ കൊണ്ടുവന്ന് സൂപ്പർ മാർക്കറ്റിലോ റേഷൻ ഷോപ്പിലോ അല്ല മറ്റേതെങ്കിലും കടകളിലോ ഒക്കെ വിൽക്കാൻ കൊടുക്കും. അപ്പോൾ എല്ലാം സെല്ല് ചെയ്യുന്ന വെച്ചാൽ വിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും, അത് സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, ചെറിയ ചെറിയ ഗ്രോസറി ഷോപ്സ് ആവട്ടെ, കൂടാതെ റേഷൻ കട, അങ്ങനെയുള്ള എന്തും ആവട്ടെ, അങ്ങനെ ഒരു ട്രേഡ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വരുന്നത് ടെറിഷറി സെക്ടറിലാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടോ നോക്കി. ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ ആസ് റോ മെറ്റീരിയൽ. അപ്പോൾ ഒരു കട, തൽക്കാലം ഒരു ഷോപ്പ് എന്ന് വിചാരിച്ചു, ഒരു അരി, പഞ്ചസാര അങ്ങനെ എല്ലാം വിൽക്കുന്ന ഗ്രോസറി ഷോപ്പ് എന്ന് വിചാരിച്ചു. ആ ഷോപ്പിൽ അവർ വിൽക്കുന്നത് എന്താണ്? അരി വിൽക്കുന്നു അല്ലേ. ആ വിൽക്കുന്നു, അല്ലെങ്കിൽ അരിപ്പൊടി വിൽക്കുന്നു. അപ്പോൾ ആ അരിപ്പൊടി എന്ന് പറയുന്നത് ഏതൊക്കെ സെക്ടറിൻ്റെ പ്രൊഡക്റ്റാണ്? പ്രൈമറി സെക്ടറിൻ്റെയും പ്രൊഡക്റ്റാണ്, സെക്കൻഡറി സെക്ടറിൻ്റെയും പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും പ്രൊഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന സെക്ടറെയാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ടെറിഷറി സെക്ടറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സർവീസ് സെക്ടർ. ഇതിൽ നിങ്ങൾക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് 3 തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പ്രൈമറി സെക്ടർ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സെക്ടറാണെന്ന് പറഞ്ഞു. സെക്കൻഡറി സെക്ടർ പ്രൈമറി സെക്ടറിൻ്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച്, റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ആ സെക്ടറാണെന്ന് പറഞ്ഞു. ടെറിഷറി സെക്ടർ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ജോലിയെടുക്കുന്ന സെക്ടറാണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 സെക്ടറിലാക്കിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമേ.
പ്രൈമറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ഇതിനോടൊക്കെ ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറിനോട് ബന്ധപ്പെട്ട മറ്റ് ചില ആക്ടിവിറ്റീസും കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. കൃഷിയോട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. കൂടാതെ ഫോറസ്ട്രിയോട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, ഫിഷിങ്ങിനോട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആൻഡ് മൈനിങ്ങിനോട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എവിടെയാണ്? പ്രൈമറി സെക്ടറിലാണ്. സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസ്, കമ്പനീസ് എല്ലാം വരുന്നത് അവിടെയാണ്. ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം അതെല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതെല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ടെറിഷറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്താണെന്നാണ് നോക്കാം. ട്രേഡ്, കച്ചവടങ്ങൾ എല്ലാം വരുന്നത് ടെറിഷറി സെക്ടറിലാണ്. ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് എല്ലാം വരുന്നത് കേട്ടോ. പ്രൊക്യൂർമെൻറ്റ് മീൻസ് സമ്പാദനം, നമ്മൾ എന്തെങ്കിലും സമ്പത്തൊക്കെ അതുണ്ടോ അതെല്ലാം വരുന്നത് ഈ ഫീൽഡിലാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്. അപ്പോൾ ടെറിഷറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്ത ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്ന ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്, മിനറൽ എക്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രൈമറി സെക്ടറിൽ വരുന്നു. സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. ടെറിഷറി സെക്ടറിൽ വരുന്നത് ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്, എഡ്യൂക്കേഷൻ, IT. നമ്മുടെ IT ഫീൽഡും വരുന്നത് ടെറിഷറി സെക്ടറിലാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമുക്കിതൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കിയാലോ. ക്ലാസിഫൈ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഗിവൻ ബിലോ ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഏതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസ് എത്ര സെക്ടറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 3 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെക്ടർ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. നമ്മളോട് ഇനി പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ഇതാണ്, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഈ 3 സെക്ടറിലേക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഫിഷിംഗ് ഏത് സെക്ടറിൽ വരുമെന്നാണ് നമ്മൾ പഠിച്ചത്? പ്രൈമറി സെക്ടറിലല്ലേ? ഇത് നാച്ചുറൽ റിസോഴ്സസിനോട് ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവത്തോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് അല്ലേ ഫിഷിംഗ്. അപ്പോൾ ഫിഷിംഗ് എവിടെയാണ് വരുന്നത്? പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. ഫാക്ടറി വർക്ക് എവിടെയായിരിക്കും വരുന്നത്? സെക്കൻഡറി സെക്ടറിലാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഓക്കെ, സെക്കൻഡറി സെക്ടറാണ്. റിയൽ എസ്റ്റേറ്റ് എവിടെയാണ് വരുന്നത്? ടെറിഷറി സെക്ടറിലാണ് പഠിച്ചു. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് പഠിച്ചിരിക്കണം? ഈ ഒരു ക്ലാസിഫിക്കേഷൻ ശരിക്കും ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. എന്നാൽ പോലെ മാത്രമേ നിങ്ങൾക്ക് ഇത് തറവാകുള്ളൂ. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുള്ളൂ. നെക്സ്റ്റ് നോക്കിയാൽ ടീച്ചിങ് പറയുന്നുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സേവനമാണ്, ഒരു സർവീസാണ് അല്ലേ? അപ്പോൾ ടീച്ചിങ് എവിടെ വരും? ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. മൈനിങ് എന്ന് വെച്ചാൽ ഖനനം ചെയ്യുക. ഇപ്പോൾ അയൺ ഓർ ആയിക്കോട്ടെ, ബാക്കി എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നതിനാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനിങ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ? അപ്പോൾ അത് പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഡാമിൽ നിന്നും ആണ്, വെള്ളത്തിൻ്റെ ഫോഴ്സ്. അപ്പോൾ അത് നാച്ചുറൽ റിസോഴ്സസ് ആണ് വെച്ച് ചെയ്യുന്നതാണെങ്കിലും അതൊരു ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വലിയൊരു ടെക്നിക്കൽ ഫീൽഡിൻ്റെ ആവശ്യമുണ്ടെന്ന്, വലിയൊരു കമ്പനി, ഒരു ഇൻഡസ്ട്രി തന്നെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. പിന്നെ ബാങ്കിങ് വരുന്നത് ടെറിഷറി സെക്ടർ, സർവീസാണത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അത് കൺസ്ട്രക്ഷൻ ചെയ്യണതാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്നും കിട്ടുന്ന മണ്ണും കല്ലും അയൺ റോഡും എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻ എവിടെയാണ്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഈ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം തന്ന ടേബിൾ, ആ CSOയുടെ ടേബിൾ നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ഓക്കെ, all these economic activities comes under any of these sector. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ 3 സെക്ടറിൻ്റെ കീഴിലേ വരുള്ളൂ അല്ലേ? പ്രൈമറി സെക്ടറിൻ്റെ കീഴിൽ വരും, സെക്കൻഡറി സെക്ടറിൻ്റെ കീഴിൽ വരും, അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിൻ്റെ കീഴിൽ വരും. ഇപ്പോൾ പ്രൈമറി സെക്ടറിന് അഗ്രികൾച്ചർ സെക്ടർ എന്നും പറയും, ബേസിക് സെക്ടർ എന്ന് പറയും. സെക്കൻഡറി സെക്ടറിന് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും, ടെറിഷറി സെക്ടറിന് സർവീസ് സെക്ടർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്
ഈ 3 സെക്ടേഴ്സും തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും തമ്മിൽ എന്തോ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, എന്തോ ഒരു ബന്ധം. ഇതെല്ലാം കൂടിക്കലർന്ന് തമ്മിൽ അങ്ങാടും ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ എല്ലാ സെക്ടേഴ്സും. അതെങ്ങനെയാണ് നമുക്ക് നോക്കായേ. There is an interrelationship among these sectors. പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിലോട്ടും, സെക്കൻഡറി സെക്ടറിൽ നിന്നും ടെർഷറി സെക്ടറിലോട്ടും, ടെർഷറി സെക്ടർ ഇൻ ടേൺ പ്രൈമറി സെക്ടറിലോട്ടും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ സഹിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദീസ് സെക്ടേഴ്സ്. ഈ 3 സെക്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കേ, ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? റോ കോട്ടൺ അല്ലേ, കോട്ടൺ, പരുത്തി. നമുക്ക് കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോട്ടൺ കൃഷിയാണ് ഇവിടെ കാണുന്നത് അല്ലേ, റോ കോട്ടൺ കൾട്ടിവേഷൻ. ഈ കൾട്ടിവേഷൻ അഗ്രികൾച്ചറിനോട് ബന്ധപ്പെട്ട കൃഷിയെല്ലാം ഇവിടെ ഏത് സെക്ടറിൽ വരുമെന്നാണ് നമ്മൾ പഠിച്ചത്? പ്രൈമറി സെക്ടറിലാണ് അത് വരുന്നത് അല്ലേ. റോ കോട്ടൺ കൾട്ടിവേഷൻ എവിടെ വരും? പ്രൈമറി സെക്ടറിൽ വരും. ഈ കൃഷിക്കാർ ഇവർ കൃഷി ചെയ്ത് ഈ കോട്ടനൊക്കെ കളക്ട് ചെയ്ത് ഇവരെന്ത് ചെയ്യും? അത് അവർ അവർക്ക് അത് വിൽക്കണ്ടേ? ഈ റോ കോട്ടൺ ഇനി ആർക്കാണ് വേണ്ടത്? ഈ കോട്ടൺ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്ന ആ ഫാക്ടറിക്കാണ് കോട്ടൺ വേണ്ടത് അല്ലേ. കോട്ടൺ, ഈ റോ കോട്ടൺ പരുത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത്? വസ്ത്രമൊക്കെ ഉണ്ടാക്കാൻ, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ആ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ആ ക്ലോത്ത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കാണ് ഈ കോട്ടൺ വേണ്ടത്. അപ്പോൾ ഈ കോട്ടൺ ഇവരെന്ത് ചെയ്യും? കോട്ടൺ അവർ ഈ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോട്ട് അവർ കയറ്റി അയക്കും അല്ലേ. നോക്കേ, വിത്ത് ദ റോ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാനുഫാക്ചേഴ്സ് ക്ലോത്ത്സ്. ഈ റോ കോട്ടൺ ഉപയോഗിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? ദേ മാനുഫാക്ചർ ക്ലോത്ത്സ്. ഇവരുടെ റോ മെറ്റീരിയൽ എന്താണ്? റോ കോട്ടൺ ആണ് അല്ലേ ഇവരുടെ റോ മെറ്റീരിയൽ. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ എന്താണ്? പ്രൈമറി സെക്ടറിൽ പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത ആ കോട്ടൺ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ടെക്സ്റ്റൈൽസ്, ക്ലോത്ത്സ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ, ഡ്രസ് മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡ്രസ് മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിച്ച് അവരെന്ത് ചെയ്യും? അത് പലതരം വസ്ത്രങ്ങളായിട്ട് അവരത് എന്ത് ചെയ്യും? ഇനി അവരവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ? അവർക്കത് വിൽക്കണം, സെയിൽ ചെയ്യണം അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ദേ ഹാവ് ടു സെൽ ഇറ്റ്. അപ്പോൾ അതിനു വേണ്ടി അവരെന്ത് ചെയ്യും? അത് ഓരോ ഷോപ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പല ഷോപ്പിലായിട്ട് ഇവർ ഉൽപ്പാദിപ്പിച്ച കോട്ടൺ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡ്രസ്സസ് എല്ലാം പല ഷോപ്പിലേക്കായിട്ട് അവർ കച്ചവടത്തിന് കൊടുക്കുകയും അവിടെ കണ്ട ക്ലോത്ത്സ് ആർ ഡിസ്പ്ലേഡ് ടു സെയിൽ ഇൻ ദ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവരത് അയക്കുന്നു, വിൽക്കുന്നു. അപ്പോൾ ഈ ഷോപ്പൊക്കെ ഏത് സെക്ടറിലാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. എല്ലാ കച്ചവടവും വരുന്നത് എവിടെയാണ്? ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം വരുന്നത് ടെർഷറി സെക്ടറാണ്. ടെർഷറി സെക്ടറിൽ ഈ കോട്ടൺ ഡ്രസ്സസൊക്കെ വിൽക്കാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഡ്രസ്സൊക്കെ ആര് വാങ്ങിക്കും? എല്ലാ സെക്ടറിലെ ആൾക്കാരും ഈ ഡ്രസ്സുകൾ വാങ്ങിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു ഇൻ്റർ റിലേഷൻ കണ്ടോ? ഇവിടെ നിന്ന് കോട്ടൺ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ നിന്ന് ഡ്രസ് മെറ്റീരിയൽ ഉൽപ്പാദിപ്പിച്ചു കടയിൽ കൊടുക്കുന്നു, കടയിൽ നിന്നും ഡ്രസ്സ് പ്രൈമറി സെക്ടറിലെ ആൾക്കാരും സെക്കൻഡറി സെക്ടറിലെ ആൾക്കാരും എല്ലാ സെക്ടറിലെ ആൾക്കാരും വാങ്ങിക്കുന്നു. തമ്മിലൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് കണ്ടല്ലോ. ഇവിടെ നിന്ന് കോട്ടൺ ഈ ഇൻഡസ്ട്രിയിലോട്ട് പോയത് എങ്ങനെയായിരിക്കും? ഒരു ട്രക്കിലാ അല്ലെങ്കിൽ വല്ല വണ്ടിയിലൊക്കെ ആയിരിക്കും അല്ലേ. ആ വെഹിക്കിൾ എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ടെർഷറി സെക്ടറിൻ്റെ ഭാഗമായിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ ടെർഷറി സെക്ടറിൻ്റെ ഒരു സർവീസ് ഇവിടെയും ആവശ്യമാണ്, തിരിച്ചും ഒരു സർവീസ് ആവശ്യമാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയാം. ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. ഈ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഫാമേഴ്സ് അത് എങ്ങോട്ട് കൊടുക്കുന്നു? ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയിലോട്ട് കൊടുക്കുന്നു അല്ലേ. ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയിൽ അത് പ്രോസസ്സ് ചെയ്ത് ഷുഗർ കെയിനൊക്കെ ജ്യൂസൊക്കെ എടുത്ത് അവരത് ഷുഗറാക്കി മാറ്റുന്നു. ഈ ഷുഗർ എന്ത് ചെയ്യും? അവർ ഷോപ്പിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും അത് വാങ്ങിക്കുന്നു. ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് കണ്ടല്ലോ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഈ 3 സെക്ടറും ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെന്താണിത്? ഇതിനെന്താ പറയുക? നമ്മൾ ഈ കോഴിനെയൊക്കെ കൃഷി ചെയ്യുന്ന എന്ന് വെച്ചാൽ അവരുടെ വളർത്തിയിട്ട് കച്ചവടത്തിന് വേണ്ടി വളർത്തുന്ന ആ സ്ഥാപനത്തിന് എന്താണ്? പോൾട്രി ഫാമിംഗ് എന്ന് പറയും അല്ലേ. എന്താണ്? പോൾട്രി ഫാമിംഗ്. ഓക്കെ,
ഈ പോൾട്രി ഫാമിൽ ഈ കർഷകൻ ഈ കോഴീനെയൊക്കെ വളർത്തിയിട്ട് എന്ത് ചെയ്യും, അതിനെ വണ്ടിയിലൂടെ ഒരു ട്രക്കിലൂടെ അവർ ചിക്കൻ മീറ്റ് അല്ലെങ്കിൽ മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയിലോട്ട് കൊടുത്തേക്കും. അവിടെ അവർ ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോലെയുള്ള കടകളിൽ ഈ മീറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂലേ. ഓക്കെ, അപ്പോൾ ഈ മീറ്റൊക്കെ വീണ്ടും മറ്റു ആൾക്കാർ വാങ്ങിക്കുന്നു അല്ലേ. നോക്കി പോൾട്രി ഫാമിൽ നിന്ന് വണ്ടിയിലൂടെ അത് മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയിലെത്തുന്നു. അവിടെ നിന്ന് അത് ഫ്രീസ് ചെയ്തു നല്ല മറ്റൊരു വെഹിക്കിളിൽ ഫ്രീസ് ചെയ്ത് അത് സൂപ്പർ മാർക്കറ്റിലോ മറ്റു ഷോപ്സിലേക്ക് എത്തിക്കുന്നു. അവിടെ പാക്ക് ചെയ്ത് വെക്കുന്നു. നമ്മളെ പോലെ സാധാരണ മനുഷ്യർ ചെന്നത് വാങ്ങിക്കുന്നു. തിരിച്ച് നമ്മൾ പലതരം വണ്ടിയിൽ കയറി നമ്മുടെ വീടുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാ വെഹിക്കിൾസും വരുന്ന ഏത് സെക്ടറിലാണ്? ഡ്രൈവർമാരും വെഹിക്കിൾസൊക്കെ വരുന്ന ഏത് സെക്ടറിലാണ്? സർവീസ് സെക്ടറിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് 3 സെക്ടറും തമ്മിൽ. പോൾട്രി ഫാം എവിടെയാണ് വരുന്നത്? അത് വരുന്നത് നമ്മളുടെ പ്രൈമറി സെക്ടറിലാണ്. കൃഷി ഇപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അഗ്രികൾച്ചറിനോട് ബന്ധപ്പെട്ടല്ലല്ലോ, പക്ഷേ അഗ്രികൾച്ചറിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാലികളെയൊക്കെ കാറ്റിൽസിനെയൊക്കെ വളർത്തൂല്ലേ, അതെല്ലാം വരുന്നത് പ്രൈമറി സെക്ടറിലാണ് കേട്ടോ. ഓക്കെ, പ്രൈമറി സെക്ടറിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ചിക്കൻ ആവട്ടെ അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയിലോട്ട് പോകുന്നു. ആ കമ്പനിയിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്ത് അത് ഷോപ്പിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബ്രിക്സ് മേക്കിംഗ്. ബ്രിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടിക അല്ലേ. അപ്പോൾ ഇഷ്ടിക എങ്ങനെയാണ്? ഇഷ്ടിക ഒരു നാച്ചുറൽ റിസോഴ്സസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്. മഡ് വെച്ചിട്ട് അല്ലേ, കളിമണ്ണൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചെളി വെച്ച് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ബ്രിക്സ് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ബ്രിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അവർ ഹോസ്പിറ്റലിന് വേണ്ടി ആ ബിൽഡിംഗ് പിന്നീട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഈ 3 സെക്ടറും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പല്ലേ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ഒരു പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് കാണിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെയാണ് എഴുതേണ്ടത് കേട്ടോ. പിക്ചറൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ എഴുതിയാൽ മതി. അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചത് അയേൺ മൈനിങ്. ഇന്ത്യയിൽ കർണാടകയിലും മഹാരാഷ്ട്ര ഒഡീസയിലൊക്കെയാണ് ഈ മൈനിങ് ചെയ്യുന്ന സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അയേൺ നമുക്കറിയാം കുഴിച്ചെടുക്കുകയാണ് അല്ലേ, നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുകയാണ്. അപ്പോൾ ഈ അയേൺ മൈനിങ് ചെയ്യുന്ന ആ ഒരു മൈനിങ് വരുന്നത് എപ്പോഴും പ്രൈമറി സെക്ടറിലാണ്. ആ മൈൻ ചെയ്ത അയൺ എന്ത് ചെയ്യും? പിന്നെ അയണും സ്റ്റീലും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിലോട്ട് പോകും അല്ല, അത് ശുദ്ധീകരിച്ച് അവർ നല്ല സ്റ്റീൽ റോഡും അയൺ റോഡും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടി അവർ മറ്റൊരു മാനുഫാക്ചറിങ് കമ്പനിയിലോട്ട് പോകും. ഇപ്പോൾ ടാറ്റ, ഹിൻഡാൽകോ അങ്ങനെയുള്ള കമ്പനിയില്ലേ, അതിലേക്ക് ഈ അയൺ ഓറ് എത്തുന്നു. അവരത് ശുദ്ധീകരിച്ച് ഇതേപോലെ അയൺ റോഡ്സും അയണിൻ്റെ പല സാധനങ്ങളും ഉണ്ടാക്കുന്നു. ആ അയൺ റോഡ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് റെയിൽവേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓടുന്ന റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ അയണൊക്കെ ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ ഈ റെയിൽവേ ഒക്കെ വരുന്നത് എവിടെയായിരിക്കും? ഏത് സെക്ടറിലായിരിക്കും? ടെർഷ്യറി സെക്ടറിലായിരിക്കും. 3 സെക്ടറും തമ്മിലൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്താ പഠിച്ചു? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് പഠിച്ചല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. വരുമാനം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. എക്കണോമിക് ആക്ടിവിറ്റീസ് 3 സെക്ടറിലായിട്ടാണ് കിടക്കുന്നത്. പ്രൈമറി സെക്ടറിൽ വരുന്നു, സെക്കൻഡറി സെക്ടറിൽ വരുന്നു, ടെറിഷ്യറി സെക്ടറിൽ വരുന്നു. പ്രൈമറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്, മിനറൽ എക്സ്ട്രാക്ഷൻ, പോൾട്രി ഫാമിംഗ്, കാറ്റിൽ ഫാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. സെക്കൻഡറി സെക്ടറിലോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കമ്പനീസോ അങ്ങനെയുള്ളത്, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഫാക്ടറീസ്, ഇതെല്ലാം ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ടെറിഷ്യറി സെക്ടറിൽ വരുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് സംശയം എപ്പോഴും ടെറിഷ്യറി സെക്ടറിലെ ആക്ടിവിറ്റീസിലാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് പഠിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. എല്ലാ ട്രേഡും കച്ചവടങ്ങളെല്ലാം ടെറിഷ്യറി സെക്ടർ, ഷോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടെറിഷ്യറി സെക്ടറിലാണ് വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട്, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, പിന്നെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ആ വർക്കുകളെല്ലാം വരുന്നത് ടെറിഷ്യറി സെക്ടറാണ്. ഹോട്ടലിനോട് ബന്ധപ്പെട്ട ജോലി, കുക്കിങ്ങും ഷെഫും വെയിറ്ററും അവരെല്ലാവരും വരുന്നത് ഈ ടെറിഷ്യറി സെക്ടറിലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് കമ്മ്യൂണിക്കേഷൻ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെലിഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ടെറിഷ്യറി സെക്ടറിലാണ്. പ്രൊക്യൂർമെൻറ്റ് വെച്ചാൽ സംഭരണം അല്ലേ. അപ്പം അങ്ങനെയുള്ള ജോലികളും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്ന ടെറിഷ്യറി സെക്ടറിലാണ്. ബാങ്കിങ് വരുന്ന ടെറിഷ്യറി സെക്ടറിലാണ്. ഇൻഷുറൻസിൻ്റെ ഫീൽഡ് വരുന്ന ടെറിഷ്യറി സെക്ടറിലാണ്. ബിസിനസ്സുകാർ, റിയൽ എസ്റ്റേറ്റിനോട് ബന്ധപ്പെട്ട ജോലികൾ,
സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവനത്തിനോട് ബന്ധപ്പെട്ട ജോലികളെല്ലാം ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. ടീച്ചിങ്, പിന്നെ ഹോസ്പിറ്റലിനോട് ബന്ധപ്പെട്ട് ഇതെല്ലാം സർവീസുകളാണ് അല്ലേ. അപ്പോൾ ടെറിഷറി സെക്ടറിൽ വരുന്ന ജോലിയിൽ ഇതൊക്കെയാണ് കൂടുതലും. ഗവൺമെൻറ് സർവീസുകളെല്ലാം ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.